കെ രാഗേഷിന് ചുട്ട മറുപടിയുമായി കോർപ്പറേഷൻ മേയർ മുസ്ലിഹ് മഠത്തിൽ മാധ്യമങ്ങളെ കണ്ടു. സിപിഎംകാർക്ക് സ്വയംബോധം നഷ്ടപ്പെട്ടുവെന്നും നട്ടാൽ കുരുക്കാത്ത നുണകളാണ് പ്രചരിപ്പിക്കുന്നതെന്നും മേയർ. കഴിഞ്ഞ ദിവസം രാഗേഷ് ആരോപിച്ചത് വസ്തുതാവിരുദ്ധമാണെന്നും തെളിവുകൾ സഹിതം നിരത്തിയായിരുന്നു മേയറുടെ പത്രസമ്മേളനം. സിപിഎമ്മിനെ എങ്ങനെയെങ്കിലും കോർപ്പറേഷൻ ഭരണം കൈക്കലാക്കണം എന്നുള്ളതിനുള്ള നുണപ്രചരണമാണോ നടത്തുന്നതെന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നുവെന്നും മേയർ. വസ്തുതകൾ ജനങ്ങളെ അറിയിക്കാതിരിക്കാനുള്ള നാടകമാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്നും മുസ്ലിഹ് മഠത്തിൽ കൂട്ടിച്ചേർത്തു. അവർക്ക് എല്ലാ പ്രതീക്ഷകളും കോർപ്പറേഷനിലുള്ള എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട സാഹചര്യത്തിലാണ് വെപ്രാളത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഇവിടെ പറയുന്നത്. നട്ടാൽ മുളക്കാത്ത നുണകളാണ്. ആദ്യം ഒരുപാട് കാലത്തോളം ചേലൂരിലെ ലെഗസി വേസ്റ്റുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാലം അതിൻ്റെ പിറകെ പോയി. ഏറ്റവും അവസാനം അതിലൊന്നും ഇല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അടുത്ത ഒരു വിഷയത്തിന് വേണ്ടി അങ്ങനെ അന്വേഷിച്ച് നടന്ന് കയ്യിൽ കിട്ടിയ കടലാസുമായി അതിൻ്റെ സത്യസന്ധമായ കാര്യങ്ങൾ എന്താണ് എന്ന് അറിയാതെയാണ് ബഹുമാനപ്പെട്ട CPM-ന്റെ ജില്ലാ സെക്രട്ടറി ഇടപെട്ടുള്ളത്. എനിക്ക് ചിലപ്പോൾ ചോദിക്കേണ്ടത് അദ്ദേഹത്തിന് സ്വബോധത്തോടെയാണോ അദ്ദേഹം സംസാരിക്കുന്നത് എന്ന് തോന്നിപ്പോകുന്നു. കാരണം ഈ മരക്കാറുകണ്ടി പദ്ധതിയുമായി ബന്ധപ്പെട്ട് ആദ്യം വാട്ടർ അതോറിറ്റി ആയിരുന്നു ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ സർക്കാർ ഏൽപ്പിച്ചിട്ടുള്ളത്, കണ്ണൂർ കോർപ്പറേഷൻ ഏൽപ്പിച്ചിട്ടുള്ളത്. എന്നാൽ ഈ പ്രവർത്തികൾ വാട്ടർ അതോറിറ്റി ഇത്തരം പ്രവർത്തിയായി മുന്നോട്ട് പോകാതിരിക്കുകയും കോർപ്പറേഷൻ ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് കൗൺസിൽ തീരുമാനത്തിൻ്റെ ഭാഗമായി വാട്ടർ അതോറിറ്റിയെ പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കുകയും ഓപ്പൺ ടെൻഡർ വിളിക്കുന്നതിന് വേണ്ടി അനുമതി തേടുകയും സർക്കാർ അത് അനുമതി തരികയുമാണ് ഉണ്ടായിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട രേഖകൾ ഞാൻ നിങ്ങളുടെ മുമ്പാകെ ഹാജരാക്കുകയാണ്. ഒന്ന്, DBOT മാതൃകയിൽ ടെൻഡർ വിളിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ സർക്കാർ ഇറക്കിയ ഉത്തരവാണ് നിങ്ങളുടെ മുമ്പാകെ ഹാജരാക്കുന്നത്. മറ്റൊന്ന്, ഓപ്പൺ ടെൻഡറുമായി പോകാമെന്ന് കൗൺസിലിൻ്റെ തീരുമാനത്തിന് അംഗീകാരം നൽകിക്കൊണ്ട് അമൃത് മിഷൻ ഡയറക്ടർ നൽകിയ കത്താണ് അത് നിങ്ങളുടെ മുമ്പാകെ ഞാൻ കാണിക്കുന്നത്. അങ്ങനെ അത്തരം വിഷയങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയും വളരെ കൃത്യമായി സുതാര്യമായി ടെക്നിക്കൽ കമ്മിറ്റികൾ ഉൾപ്പെടെ ആ കമ്മിറ്റികളൊക്കെ കോർപ്പറേഷൻ്റെ കൗൺസിൽ യോഗത്തിലെടുത്ത തീരുമാനങ്ങളാണ്. ടെക്നിക്കൽ കമ്മിറ്റി രൂപീകരിച്ച കൗൺസിൽ തീരുമാനത്തിൻ്റെ മിനിറ്റ്സാണിത്. അതുപോലെ ടെൻഡർ വിളിക്കാൻ വേണ്ടി ടെൻഡറിലെ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ് എന്ന് തീരുമാനിച്ച കൗൺസിൽ തീരുമാനം. ഇതൊക്കെ CPM-ന്റെ കൗൺസിലർമാർ ഉൾപ്പെടെ കൗൺസിലിലുണ്ട്. അവരൊന്നും അത് ഡിസെൻഡിങ് ചെയ്യുകയോ ഒന്നുമില്ല. അതൊക്കെ അവരും കൂടി അംഗീകരിച്ചതാണ് എന്നുള്ളതാണ് വസ്തുത. അതൊക്കെ വെച്ചത് കൊണ്ടാണ് പ്രവർത്തികളുമായി മുന്നോട്ട് പോയിട്ടുള്ളത്. 24/7/2025 ആദ്യമായി ഓപ്പൺ ടെൻഡർ വിളിച്ചിട്ടുള്ളത്. പക്ഷേ ആ ഓപ്പൺ ടെൻഡറിൽ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഞങ്ങൾ ന്യായപരമായ തീരുമാനങ്ങൾ എടുക്കും എന്നതിനപ്പുറം മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഉദ്യോഗസ്ഥരാണ്. പ്രത്യേകിച്ച് ഇതിൻ്റെ ഇംപ്ലിമെൻറ്റിംഗ് ഓഫീസർ എന്ന് പറയുന്നത് സൂപ്രണ്ടിംഗ് എഞ്ചിനീയറാണ്. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം കീഴുദ്യോഗസ്ഥന്മാരാണ് കാര്യങ്ങൾ ചെയ്യാറ്. അങ്ങനെ 24/7/2025 ടെൻഡർ വിളിക്കുകയും എന്നാൽ ആ ടെൻഡറിൽ അന്ന് വൈകുന്നേരമാണ് ടെൻഡർ വിളിച്ചിട്ടുള്ളത് പറയുന്നത്. CPM ജില്ലാ സെക്രട്ടറി പറയുന്ന ആദ്യം 50 കോടി കാണിച്ചു, പിന്നീട് 100 കോടി എന്ന് അതിനെ കൂടെ കൂട്ടിച്ചേർത്തു എന്ന് പറയുന്നു. യഥാർത്ഥത്തിൽ അത് അന്നത്തെ ടെൻഡറിൽ ഓവർസിയർ DB ആണ് കാര്യങ്ങൾ ചെയ്യുക. അദ്ദേഹം ചെയ്തപ്പോഴുണ്ടായിരുന്ന ക്ലറിക്കൽ മിസ്റ്റേക്കാണ്. വൈകുന്നേരമാണ് ടെൻഡർ വിളിച്ചിട്ടുള്ളത്. പിറ്റേന്ന് രാവിലെ തന്നെ സൂപ്രണ്ടിംഗ് എഞ്ചിനീയറുടെ ശ്രദ്ധയിൽ, അന്ന് സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ സുബ്രഹ്മണ്യമായിരുന്നു, അദ്ദേഹം ട്രാൻസ്ഫറായി പോയി. അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഉടനെ അത് പിറ്റേന്ന് രാവിലെ തന്നെ അത് തിരുത്താൻ ആവശ്യപ്പെടുകയും തിരുത്തുകയും ചെയ്തിട്ടുണ്ട്.
മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി പല കാര്യങ്ങളും നടത്താൻ ശ്രമിച്ചു. അവസാനം അത് നടക്കാത്തതിലുള്ള ജാള്യതയാണ് കെ രാഗേഷിനുള്ളത്. സംസ്ഥാന സർക്കാരിന്റെ അഴിമതിയും ധൂർത്തും പുറത്തുവരുമെന്നായപ്പോൾ അതിന്റെ ഭാഗമായി പ്രാദേശികമായി UDF ഭരിക്കുന്ന സ്ഥാപനങ്ങൾ തിരഞ്ഞുപിടിച്ച് ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നതെന്നും മേയർ പറഞ്ഞു. തനിക്കെതിരെയുണ്ടായ ആരോപണങ്ങളിൽ മാനനഷ്ട കേസ് കൊടുക്കുമെന്നും മേയർ കൂട്ടിച്ചേർത്തു. കരാറുകാരനെ അദ്ദേഹം ചെന്നു കണ്ടിരിക്കാം. എന്നാൽ പറഞ്ഞ തുക കിട്ടാത്തതിന്റെ നിരാശയായിരിക്കും ഇപ്പോൾ ആരോപണവുമായി രംഗത്തുവരാൻ കാരണം. അണികളെ ഭീഷണിപ്പെടുത്തിയാണ് സമരം നടത്തുന്നതെന്നും കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിഹ് മഠത്തിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. സിറ്റി ന്യൂസ്, കണ്ണൂർ.